നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് കടല റോസ്റ്റ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 1/4 കിലോ കടലയുണ്ട്. ഈ കടല നമുക്ക് റോസ്റ്റ് ചെയ്യാൻ എടുക്കാം. കടല എടുക്കുമ്പോഴതിനകത്ത് ചിലപ്പോൾ മോശം കടലയൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ പറക്കി തിരിഞ്ഞ് കളയണം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട്, ഇത് വെള്ളമാണ്, ഒരു കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇത് കറിവേപ്പില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ്, അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാട്ടോ, സ്പൂൺ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഐസ്ക്രീം സ്പൂണിൻ്റെ ചെറിയ സ്പൂണില്ലേ, അതാണ്. പിന്നീട് കുറച്ച് മഞ്ഞൾ, 1/4 ടീസ്പൂണോളം മഞ്ഞൾ. ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അത് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. പെരുംജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നീട് ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു ചെറിയ പച്ചമുളക്, അത്ര അരച്ച പേസ്റ്റാണ്. ഇതും ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കടല ഇതിലേക്ക് പുരട്ടി വയ്ക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഇത് കായം വറുത്ത് പൊടിച്ചതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കായപ്പൊടി മേടിക്കാൻ കിട്ടണത് ഇടാം. ഇതിപ്പോൾ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഇടാം. ഇത് കായം കട്ട തന്നെ വറുത്ത് പൊടിച്ചതാണ്, അപ്പോൾ അത് നല്ല ഫ്ലേവറാണ് ഇതിന്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട്, നനവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ, ഒന്ന് കുതിർന്നോട്ടെ. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായി ഇത് ഇളക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് 1 സ്പൂൺ അരിപ്പൊടിയാണ്, ഈ അപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ. ഇനി ഇതിലേക്ക് ആവശ്യമായ കടലമാവ്, 1 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 4 സ്പൂൺ ഇടാം. പിന്നീട് ഇത് കോൺഫ്ലോർ ആണ്, ഇതും നമ്മൾ 1 സ്പൂൺ ഇടുകയാണ്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ പെരുംജീരകം, ഒരു 1/4 ടീസ്പൂൺ, അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇതിനകത്തും കുറച്ചിടുന്നുണ്ട്. പിന്നീട് ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ്, പിന്നീട് ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ഇതിലിട്ടത്. ഇത് നമ്മൾ ഇനി കളറിനാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, അത് 1 ടീസ്പൂൺ ഇടുകയാണ്, ചെറിയ സ്പൂണിന്. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് അല്പം കുരുമുളക് പൊടിയാണ്, അത് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചേർത്തതാണ്, അതുകൊണ്ട് ഈ പൊടിക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്താൽ മതി. പിന്നീട് ഇത് കായപ്പൊടിയാണ്, അതിനകത്തും നമ്മൾ ചേർത്തു. ഇനി ഈ പൊടിക്ക് ആവശ്യമായത് മാത്രം ഒരു കുറച്ച്, ഇത് കായം വറുത്ത് പൊടിച്ചതായ കായക്കട്ട വറുത്ത് പൊടിച്ചതായതുകൊണ്ട് കുറച്ചിട്ടാൽ മതി.
ഈ പൊടിക്ക് ആവശ്യമായ കുരുമുളകും കായപ്പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. ഇത് നമ്മളൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമ്മൾ ഈ പൊടി കുറേശ്ശെ ഇട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഇത് ഈ പൊടി നല്ലൊരു കോട്ടിങ് കിട്ടത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. ഈ പൊടി മുഴുവനും തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഇങ്ങനെ ഒന്നൊന്നി തൊടാത്ത രീതിയിൽ ഇങ്ങനെ പൊടിയെല്ലാം പരണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതുപോലെ ഒന്ന് കാണിച്ചാൽ ആ പൊടിയെല്ലാം അടിയിലേക്ക് ഒഴിക്കോളും. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാൻ കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് കറിവേപ്പില നമ്മൾ ആദ്യമേ വറുത്ത് കോരുകയാണ്. ഇനി നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. ഇട്ട ഉടൻ തന്നെ ഇളക്കണ്ട, ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരാം. ഇതിൽ നിന്ന് ഒരു കടല എടുത്ത് നമ്മൾ ഇന്ന് ആറിയതിന് ശേഷം തിന്ന് നോക്കിയാൽ അറിയാലോ അത് മൂത്തോ എന്നുള്ളത്. കാണാൻ ഭംഗിക്ക് വേണ്ടി കളറ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് വേറൊരു കളറിലാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഞാൻ ഒട്ടും തന്നെ കളറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ 2 ട്രിപ്പ് കടല ഇതുപോലെ വറുത്തെടുത്തു. കടലയ്ക്ക് കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്ത മുളക് പൊടിയാണ്, കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ട്രിപ്പ് ഈ രീതിയിൽ ഇങ്ങനെ വറുത്തെടുത്ത് പോകാം. കാശ്മീരി മുളക് പൊടി കുറച്ചും കൂടി ഇട്ടത് നമ്മൾ വറുത്തെടുക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടിയും കാശ്മീരി മുളക് പൊടി ഇട്ട് വറുത്തതിന് കുറച്ചും കൂടിയും കളറുണ്ട്. കാശ്മീരി മുളക് കുറഞ്ഞു പോയതിന് കുറച്ച് കളർ കുറവാണ്. അപ്പോൾ കുറച്ചും കൂടിയും കാശ്മീരി മുളക് പൊടി ഇടാം. നമുക്ക് എരിവൊന്നും കൂടില്ല, നമ്മളിവിടെ കളറൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി കാശ്മീരി മുളക് പൊടി ഇടുന്നതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ ഈ രീതി 2 രീതി വേണമെങ്കിൽ രണ്ടിനും ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതിന് കുറച്ചും കൂടി ഒരു കളറുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല കളർ ചേർക്കുന്നുണ്ട്, നമുക്കത് അറിയുന്നില്ല. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം അറിയുന്നത്. നമുക്കിപ്പോൾ പിള്ളേർക്ക് കൊടുക്കുന്നതിന് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് നമ്മൾ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നല്ല കടല റോസ്റ്റ്, രുചിക്കൊന്നും ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.